ഹായ് ഹലോ വെൽക്കം ടു ദ ഇന്ത്യൻ ക്രോണിക്ലർ. അപ്പോൾ നമ്മൾ 1500 മുതൽ 1000 BC വരെയുള്ള ഋഗ്വേദിക് ആര്യന്മാരെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ലേറ്റർ വേദിക് സിവിലൈസേഷനെ പറ്റി, അല്ലെങ്കിൽ 1000 BC മുതൽ 500 BC വരെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന ലേറ്റർ വേദിക് സിവിലൈസേഷനെ പറ്റിയിട്ടായിരിക്കും നോക്കുക. ഇത് നമ്മുടെ ഋഗ്വേദിക് ആര്യന്മാരുടെ ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് കോംപ്ലക്സിറ്റീസിന്റെ ഒരു പീരീഡ് ആയിരുന്നു ഈ ലേറ്റർ വേദിക് പീരീഡ്. അത് എക്കണോമിക് ലൈഫിലാവട്ടെ, സോഷ്യൽ ലൈഫിലാവട്ടെ, പൊളിറ്റിക്കൽ ലൈഫിലാവട്ടെ, എല്ലാം കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ഏജ് ആയിരുന്നു അത്. അതായത് പോപ്പുലേഷൻ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ വാട്ടറിന്റെയും ലാൻഡിന്റെയും ഒക്കെ നീഡ് കൊണ്ടോ നോർത്ത് വെസ്റ്റേൺ പഞ്ചാബിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഉത്തർപ്രദേശ് വരെ ഈ ലേറ്റർ വേദിക് സിവിലൈസേഷൻസിൽ ആര്യൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ഗംഗ യമുന ഡോബ് വരെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പീരീഡിൽ. അപ്പൊ ഈ പീരീഡിന്റെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻസ് എങ്ങനെയായിരുന്നു എന്നായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി അധികം സമയം കളയാനല്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഋഗ്വേദിക് പീരീഡിന്റെയും ലേറ്റർ വേദിക് പീരീഡിന്റെയും പൊളിറ്റിക്കൽ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഋഗ്വേദിക് പീരീഡില് വെറും ട്രൈബൽ സെറ്റിൽമെന്റ് മാത്രമായിരുന്ന ആ ഒരു സൊസൈറ്റി ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും ഡൈനാസ്റ്റീസ് ആയിട്ട് പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പണ്ടൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞു, ഋഗ്വേദിക് പീരീഡിലാണെങ്കിൽ പശുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരുടെ യുദ്ധം ഭൂരിഭാഗവും നടക്കാറ്. അതായത് പശുവാണ് അവരുടെ വെൽത്തിന്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരുന്നത്. അത് ലേറ്റർ പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും, ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും ലാൻഡിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായി കൂടുതലും. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ഈ രണ്ട് പീരീഡിലും കാണാൻ സാധിക്കും. രാഷ്ട്ര എന്ന ടേം തന്നെ ആദ്യമായിട്ടുണ്ടാവുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്, രാഷ്ട്ര എന്ന ടേം. അത് മാത്രമല്ല, രാജാവിനും ഇവിടെ പല പല പേരുകളുണ്ട്. പല പല പേരെന്ന് ഞാൻ പറയാൻ കാര്യം, ഓരോ ഡയറക്ഷനിൽ രാജാവിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നോർത്തേൺ ഇന്ത്യയില് രാജാവിനെ അന്നത്തെ സമയത്ത് ലേറ്റർ വേദിക് പീരീഡിൽ അറിയപ്പെട്ടിരുന്നത് വിരാട് എന്നായിരുന്നു. അത് തന്നെ ഈസ്റ്റേൺ പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും സാമ്രാട്ട് എന്നാവും, സാമ്രാട്ട്. സദേൺ റീജിയനിലോട്ട് വരുമ്പോഴത്തേക്കും രാജാവ് അറിയപ്പെടുന്നത് ഭോജ എന്നാണ്, ഭോജ. ഇനി വെസ്റ്റേൺ റീജിയൻസിലോട്ട് പോകുമ്പോഴത്തേക്കും സ്വരത് എന്നാണ് രാജാവ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ രാജാവിന് ലേറ്റർ വേദിക് പീരീഡില് സ്ഥലം മാറുന്നതിനനുസരിച്ച് ടൈറ്റിലും മാറിക്കൊണ്ടിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഋഗ്വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ ലൈഫ് പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, രാജാവിന്റെ ഓഫീസ്, ദ കിങ്ങിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി അല്ല. അവിടെ എലക്ഷൻസ് വഴിയായിരുന്നു രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ അത് ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും രാജാവിന്റെ ഓഫീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊണാർക്കിന്റെ ഓഫീസ് ഹെറിഡിറ്ററി ആവാൻ തുടങ്ങി. ഹെറിഡിറ്ററി സിസ്റ്റത്തില് ഈ ഓഫീസ് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി. അതുപോലെ ഈ രാജാവ് മാൻഡേറ്ററി ആയിട്ടും ക്ഷത്രിയൻ തന്നെ ആയിരിക്കണം എന്നൊരു വ്യവസ്ഥയും നമുക്ക് ലേറ്റർ വേദിക് പീരീഡിൽ കാണാൻ പറ്റും. രാജാവ് ക്ഷത്രിയനായിരിക്കണം എന്ന് മാത്രമല്ല, രാജാവിന്റെ ഡോമിനൻസ് ഉറപ്പിക്കാനായിട്ടുള്ള റിച്വൽസും അന്നത്തെ കാലത്ത് പ്രിവലന്റ് ആയിരുന്നു. അതായത് ചിലതാണ് രാജസൂയ. രാജസൂയ എന്ന് പറയുന്നത് തന്നെ രാജാവിന് ദ സുപ്രീം പവർ ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്ന രീതിയിൽ നടക്കുന്ന ഒരു റിച്വലാണ് രാജസൂയ. അതുപോലെ വാജ്പേയ എന്ന് പറയുന്നതും രാജാവിന്റെ ഡോമിനൻസ് അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ചാരിയറ്റ് റേസ് ആണ്. ഇനി അൺക്വസ്റ്റ്യൻഡ് കൺട്രോൾ ഓഫ് കിങ് സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയിരുന്ന ഒരു റിച്വലാണ് അശ്വമേധം. അതായത് രാജാവ് ഒരു റോയൽ ഹോഴ്സിനെ വാണ്ടർ ചെയ്യാനായിട്ട് വിടുന്നുണ്ട്. ഈ കുതിര ഏതെല്ലാം റീജിയൻസിൽ പോകുന്നുണ്ടോ അതെല്ലാം ഈ രാജാവിന് സ്വന്തമാണ്. അതാണ് ഈ അശ്വമേധത്തിന്റെ പരിപാടി. ഇനി ഏതെങ്കിലും ദേശത്തുള്ളവർക്ക് അതിൽ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കുതിരയെ പിടിച്ചു നിർത്തും. അങ്ങനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആരാണോ കുതിരയെ അയച്ചത് ആ രാജാവ് ഈ പിടിച്ചു നിർത്തിയവരോട് യുദ്ധം ചെയ്ത് ആ പ്ലേസ് വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ അശ്വമേധത്തിന്റെ റിച്വൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ റിച്വൽസിന് പ്രാധാന്യം വന്നപ്പോഴത്തേക്കും ഗ്രാജുവലി ബ്രാഹ്മണന്മാരുടെ ഇമ്പോർട്ടൻസും കൂടി. കാരണം ഒരു റിച്വൽ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രാഹ്മിൻസിന്റെ ഹെൽപ്പ് വേണ്ടേ. അപ്പൊ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ആ ഒരു വർണ്ണയും ഇതോടൊപ്പം പുരോഗമിച്ചു. ഇത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. അതായത് നമ്മുടെ ഈ സൊസൈറ്റീസിൽ നിന്ന്, വിസ് എന്ന് പറയുന്ന ഈ ക്ലാനിൽ നിന്ന് മഹാജനപദാസിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ ജനപദാസിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഈ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്.
അതുപോലെ രാജാവ് പവർഫുൾ ആയപ്പോഴത്തേക്കും നമ്മൾ ഋഗ്വേദിക് സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ ലൈഫിൽ കണ്ടതുപോലുള്ള പോപ്പുലർ അസംബ്ലീസിന് വേറെ റോൾ ഇല്ലാതായി. സഭാ സമിതി പോലുള്ള അസംബ്ലീസ് അവിടെ വീണ്ടും നടക്കുന്നുണ്ടെങ്കിലും അതിന് ഋഗ്വേദിക് സൊസൈറ്റിയിൽ ഉള്ളതുപോലുള്ള ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യം നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, വിദാത എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടി കൂടുന്ന അസംബ്ലി കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ് ആയി ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ നിന്ന്. കാരണം രാജാവ് പവർഫുൾ ആയല്ലോ. അതുപോലെ ഈ പോപ്പുലർ അസംബ്ലീസിന്റെ ഫംഗ്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവര് വേറെ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. ഇതാണ് ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ ലൈഫ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും പവർഫുൾ ആയ രാജാവ് ഒരു സ്റ്റാൻഡിങ് ആർമി കീപ്പ് ചെയ്തിരുന്നില്ല എന്നത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. രാജാവിന് അങ്ങനെ ഒരു വലിയ സ്റ്റാൻഡിങ് ആർമി ഒന്നും സ്വന്തമായിട്ടുണ്ടാവില്ല. യുദ്ധസമയത്ത് ട്രൈബൽസ് ആണ് മസ്റ്റേർഡ് ആയിട്ട് രാജാവിനെ ഡിഫെൻഡ് ചെയ്യുന്നതും രാജാവിന് വേണ്ടി അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ രാജാവിന് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡിങ് ആർമി കയ്യിലില്ലായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ ലൈഫിനെ പറ്റി പറയാനുള്ളത്. അപ്പം നമുക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഋഗ്വേദിക് സൊസൈറ്റിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ സോഷ്യൽ ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.